ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികളുടെ എല്ലാം ഫേവററ്റായ ഡോണറ്റ്സ് ആണ്. ആദ്യം ഒരു ബൗളിലേക്ക് 1 കപ്പ് ഇളം ചൂടുപാൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതിനെ അടച്ചു വെച്ചൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു. ഈസ്റ്റ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇതിന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് 3 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും 3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഈസ്റ്റിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിക്കാം. ആദ്യം ഒരു വിസ്കോ സ്പൂണോ വെച്ച് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കൈകൊണ്ട് കുഴച്ചാൽ വല്ലാതെ ഒട്ടിപ്പിടിക്കും. ഇത് കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ള ഡോ ആണേ. ഇനി കൈകൊണ്ട് കുഴച്ചെടുക്കാം. കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി മൈദ ആഡ് ചെയ്ത് കൊടുത്ത് കുഴച്ചെടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇപ്പം കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. ഇനി ഒരു ബൗളിൽ കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഈ ഡോ വെച്ചിട്ട് ചെറിയൊരു നനഞ്ഞ കോട്ടൺ തുണി വെച്ച് നമുക്ക് കവർ ചെയ്ത് കൊടുക്കാം. ഈ ഡോ ഡ്രൈ ആവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നല്ല ചൂടുള്ള സമയമാണെങ്കിൽ 1 മണിക്കൂർ തന്നെ മതിയാകും. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വെച്ചതിനേക്കാളും ഡബിൾ സൈസ് ആയിട്ടുണ്ട് ഇത്. ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് ഇതിലെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് മാറ്റാം. എനിക്കിത് കുറച്ച് സ്റ്റിക്കി ആയിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മൈദ ഇട്ട് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇതിനെ നമുക്ക് 2 പോർഷനാക്കി മാറ്റാം. ഒരു ഭാഗം ബൗളിൽ തന്നെ വയ്ക്കാം. ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പകുതി നമുക്കെടുത്ത് പരത്തിയെടുക്കാം. നല്ല കനത്തിൽ പരത്തിയെടുക്കുകയാണെങ്കിൽ നല്ല തടിച്ച ഡോണറ്റ്സ് നമുക്ക് ലഭിക്കും. എങ്ങനെ പരത്തിയാലും കുഴപ്പമൊന്നുമില്ല. ഇതിന് ഗ്ലാസ് വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നടുക്കുള്ള ഹോള് കിട്ടാനായിട്ട് ഞാൻ നോസിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ചെറിയൊരു ബോട്ടിൽ അടപ്പെടുത്താലും മതി. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിനെ നമുക്കൊരു ബട്ടർ പേപ്പറിലോട്ട് മാറ്റാം. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ മാറ്റി വെച്ച ഡോ ഇതുപോലെ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായ ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഫ്ലെയിം കൂട്ടാനേ പാടില്ല.
1 മിനിറ്റ് മതി ഇതൊന്ന് വെന്ത് വരാൻ. അതുകൊണ്ട് തന്നെ 2 തവണ മറിച്ചിട്ടാൽ മതിയാകും. ഡോണറ്റ്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 3 കപ്പ് മൈദ കൊണ്ട് ഒരു 25ഓളം ഡോണറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഇത് പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റുമാണ്. ഇനി കുറച്ച് ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽട്ടാക്കി എടുക്കാം. മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് കുറച്ച് പൈപ്പിംഗ് ബാഗിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഓരോ ഡോണറ്റ്സും ചോക്ലേറ്റ് ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് മുകളിലായിട്ട് ചോക്ലേറ്റ് ഉപയോഗിച്ച് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്പ്രിങ്കിൾസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡോണറ്റ്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.